ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് എന്റെ ഒരു വീട്ടിലുള്ള ഒരു ദിവസം കാണാട്ടോ. ചെന്നൈയിൽ നിന്ന് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ രാത്രി നേരത്തെ എന്റെ ഉള്ള ഉറക്കവും പിന്നെ ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ രാവിലെ എണീക്കാറ്. വേറൊന്നുകൊണ്ടല്ല, നമ്മൾ BSc നഴ്സിംഗ് ഒക്കെ അല്ലേ പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല ഉറക്കവും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് എണീറ്റ ഉടനെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ മിക്കി ഇതിൽ ചുറ്റി ഓടി കളിക്കുന്ന കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആരായിരിക്കും ഈ മിക്കി എന്നല്ലേ? വേറെ ആരും അല്ല കേട്ടോ, മിക്കി നമ്മൾ വളർത്തുന്ന മീനാണ് കേട്ടോ. അങ്ങനെ മിക്കിനെ പുതിയ വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് ഞാൻ നേരെ വന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നേ. ഇനി അങ്ങോട്ടാ നേരെ കിച്ചണിലോട്ട് ചെന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് കേട്ടോ. നാട്ടിലായിരുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ വെറുത്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു പുട്ട്. അങ്ങനെ കുറെ നാളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വല്ലപ്പോഴും നാട്ടിൽ വന്ന് പുട്ടൊക്കെ കഴിക്കുമ്പോഴാണ് പുട്ടിനൊക്കെ ഇത്രയും രുചിയുണ്ടോന്ന് ഞാൻ മനസ്സിലാക്കുക. ശരി ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഷൂറാക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നേ. സിസ്റ്റേഴ്സ് രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ നല്ല ബോറടിച്ചാട്ടോ ഇരുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ വെയിറ്റ് ചെയ്തിരുന്ന് അവരും വന്നിട്ടുണ്ടായിരുന്നേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് സ്പെഷ്യൽ ആയിട്ട് കല്ലുമക്കായി ഫ്രൈ ചെയ്തതും ഫിഷ് ഫ്രൈ, കാച്ചിയ മോരും, അതുപോലെ തന്നെ ക്യാബേജ് തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ചതല്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഒരു 3:30 ആയപ്പോഴേക്കും നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഒരു ഷവർ എടുക്കാട്ടോ. ഇത്രയും ചൂടത്ത് ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരുമ്പോ മനസ്സ് ശരീരമൊക്കെ ഒരേപോലെ അങ്ങ് ഫ്രഷ് ആവുന്നേ. ഞാൻ കുളിച്ചു വന്നതിന് ശേഷം നല്ല ചൂടായോണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞ പോലെ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നോൺ ഗ്രീസി ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഇപ്പോ ഈ ഒരു സൺസ്ക്രീൻ എന്റെ ഫേവറേറ്റ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് റിക്വയർമെന്റ്സും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. വന്ന ദിവസം മുതൽ കുറച്ചാണെങ്കിലും ഓരോ ദിവസം ഇരുന്ന് നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എപ്പോ തീരും എന്നുള്ള ആലോചനയിൽ കേട്ടോ ഞാനേ ഇരിക്കുന്നത്.